ശ്രീ രാജു പി നായർ, അന്ന് ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്ന സമയത്ത് ഡോക്ടർ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഞാനൊരു പ്രൊഫഷണൽ സൂയിസൈഡാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളത്. ഈ മെമ്മോയും റിപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നോ? സത്യമാണല്ലോ. ഡോക്ടർ ഹാരിസ് കേരളത്തിലെ കഫീൽ ഖാനും പിണറായി വിജയൻ കേരളത്തിലെ യോഗി ആദിത്യനാഥുമാണെന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. അത് അടിയറയിടുന്നതല്ലേ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന് രോഗികളുടെ സങ്കടവും കണ്ണീരും കാണാൻ കഴിയാതാണ് അദ്ദേഹം അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ തകരാറിനെ സംബന്ധിച്ച് വിളിച്ചു പറഞ്ഞല്ലേ, രോഗികളുടെ കണ്ണീര് കാണാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ആ മനുഷ്യൻ്റെ കണ്ണീര് കാണിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഏകാധിപതിയായ പിണറായി വിജയൻ്റെ സർക്കാർ മാറിയില്ലേ? അങ്ങ് ഇവിടെ ചോദിച്ചല്ലോ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഈ ശ്രീ പ്രകാശം മാഷ് ഇവിടെ കണ്ട് പ്രതിപക്ഷ നേതാവിനെ വലിയ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് അല്ലല്ലോ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തത്, പ്രതിപക്ഷ നേതാവാണോ കൊടുത്തത്? പ്രതിപക്ഷ നേതാവ് നേരത്തെ അസംബ്ലിയിലൊക്കെ രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുപരമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അല്ലല്ലോ ശസ്ത്രക്രിയക്ക് ഉപകരണം ഇല്ല എന്ന് പറഞ്ഞത്. ഈ സിസ്റ്റം തകരാറിലാണ് എന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി തന്നെയല്ലേ? സിസ്റ്റത്തിൻ്റെ ആൾ ഞാനാണ് എന്നറിയാതെ സ്വയം ഉത്തരവാദിത്വം എന്താണെന്ന് ബോധ്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ സിസ്റ്റം തകരാറിലാണെന്ന് ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷം വീണ ജോർജ് തന്നെയല്ലേ പറഞ്ഞത്? അപ്പോൾ തൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് പോലും അറിയാത്തൊരു മന്ത്രി ഇന്ന് ഇവിടെ ഈ ഡോക്ടർ ഹാരിസിനെ ക്രൂശിലേറ്റാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. പക്ഷേ പ്രകാശൻ വെച്ചാൽ അതിനെ എല്ലാത്തിനും രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല. ഇപ്പം ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ ഇക്കണോമിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അത് രാജ്യവിരുദ്ധമാണെന്ന് പറയുന്ന RSSൻ്റെയും BJPയുടെയും മുഖം നമ്മൾ കണ്ടു. ദയവേത് കേരളത്തിലെ RSS ആയിട്ട് നിങ്ങൾ ചങ്ങാത്തമുണ്ട്, പക്ഷേ RSS ആയിട്ട് പരിഗണിക്കരുത്. മനസ്സിലല്ലേ? ഈ സംസ്ഥാനത്ത് ഭരണവീഴ്ചയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങളോ ഉയർത്തി കാണിക്കുമ്പോൾ അത് സംസ്ഥാന വിരുദ്ധമാണെന്ന് പറയുന്ന RSSൻ്റെ മനോഭാവത്തിൽ പ്രകാശം മാഷ് പോകരുത്. പിണറായി വിജയൻ ഉണ്ട് ഇരിക്കട്ടെ. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താ? ഇപ്പോൾ സ്വാഭാവികമായ നടപടി അദ്ദേഹം ചെയ്തൊരു കാര്യം, അദ്ദേഹം വലിയ ഇതായിട്ടുള്ള, പക്ഷെ അദ്ദേഹം സർക്കാരിനെതിരെ കാര്യം എന്തോ പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായ അച്ചടക്ക ലംഘനത്തിന് നടപടി. എവിടെ പോയി പ്രകാശം മാഷെ ADGP അജിത് കുമാർ ഈ സർക്കാരിൻ്റെ നയത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം വിരുദ്ധമായിട്ടുള്ള നടപടികൾ ചെയ്തപ്പോൾ നിങ്ങൾ പൊതിഞ്ഞ് സംരക്ഷിച്ചില്ലേ? പക്ഷേ ഒരു കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ച ഒരു കാര്യത്തിൽ ചട്ടലംഘനം ഉണ്ടായെന്ന് കൃത്യമായി നിയമം അടക്കം പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു റിപ്പോർട്ടിന്റെ അവസാനത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതൊരു ഗുഡ് ഇന്റൻഷനോട് കൂടിയാണ് ചെയ്തത്, എന്നിരുന്നാലും ചട്ടലംഘനമാണ് എന്നുള്ളതാണ്. അപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വരുമ്പോൾ അതിന്റെ ആ ഇന്റൻഷൻ തിരിച്ചറിഞ്ഞ് സർക്കാരിന് വേണമെങ്കിൽ നടപടി എടുക്കാതിരിക്കാം. ആ നിലയ്ക്ക് അത് വേണമെങ്കിൽ ഒരു സ്വാഭാവിക നടപടി. ഇപ്പോൾ വിശദീകരണം ചോദിക്കാതെ ഡോക്ടർ വിശദീകരണം കിട്ടുകയില്ല, വിശദീകരണം കിട്ടാതെ നടപടി എന്ത് വേണം എന്ന് തീരുമാനിക്കാനും കഴിയില്ല. അപ്പോൾ ഇതൊരു സ്വാഭാവിക നടപടി, ഒരു പേപ്പർ വർക്ക് എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ? അതാണ് ഞാൻ ചോദിച്ചത്. ഈ ADGP RSSൻ്റെ നേതാക്കന്മാരെ 10 ദിവസത്തിനിടയിൽ 2 പേരെ പോയി കണ്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ ഈ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ട് 1 വർഷക്കാലത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ മാത്രമല്ല അന്വേഷണം നടന്നത്. അപ്പോൾ അന്ന് ഈ റിപ്പോർട്ട് കിട്ടുന്നവർക്ക് അന്ന് നടപടിയെടുക്കണം എന്നാകുകയും ഇപ്പം ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി വെമ്പുന്ന ഈ പറയുന്ന സർക്കാരിൻ്റെ നീതിബോധത്തെ എന്തുപറ്റി ADGP അജിത് കുമാർ RSSൻ്റെ നേതാക്കന്മാരെ കണ്ടപ്പോൾ ഇല്ലാതിരുന്നത്? അപ്പോൾ സർക്കാരിന് വേണ്ടിയിട്ടുള്ള അവിഹിതമായ കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഒരു പൊതിഞ്ഞ് സംരക്ഷിക്കുകയും സർക്കാരിൽ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കുള്ള നൽകേണ്ട സേവനത്തിൽ വീഴ്ച വരുന്നു ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടറെ ഇന്ന് ആക്രമിക്കുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന് വിവേചനാധികാരം ഉണ്ടല്ലോ, മന്ത്രിക്ക് വിവേചനാധികാരം ഉണ്ടല്ലോ. മന്ത്രി പറഞ്ഞല്ലോ അന്ന് ആദ്യം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലീസിനാണ് അയച്ചത്. പക്ഷെ 2ാം ദിവസം പറഞ്ഞല്ലോ ഇദ്ദേഹം എന്തോ വലിയ മഹാനാണ്, അദ്ദേഹം വളരെ സതുദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സതുദ്ദേശത്തോടു കൂടി ഈ സിസ്റ്റത്തിന് തകരാറുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ഉദ്യോഗസ്ഥനെ ക്രൂശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് യാതൊരു തുടർ നടപടിയും എടുക്കണ്ട എന്നതിനകത്ത് നോട്ട് എഴുതാൻ മന്ത്രിക്ക് പറ്റില്ലേ? ശരി, അല്ല അതിന് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി മന്ത്രിയുടെ അടുത്തേക്ക് വരികയല്ലേ വേണ്ട. മന്ത്രിയുടെ മേശപ്പുറത്താണ് ഇപ്പോഴും ആ റിപ്പോർട്ട് ഉള്ളത്. ആ റിപ്പോർട്ടിന് പ്രകാരം സർക്കാർ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. അത്തരത്തിൽ നടപടി എടുക്കുകയാണെങ്കിൽ അന്നുണ്ടായ ജനവികാരം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നടപടി എടുക്കുകയാണ് എങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ വരാം അങ്ങയോട്.